ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്ന എന്റെ ഒരു ഫ്രണ്ടിന്റെ ട്രേഡിംഗ് ജേർണിയിലൂടെയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ആരംഭിക്കുന്നത്. ഓഫീസിലെ വർക്കിന്റെ ഇടയിലോ അല്ലെങ്കിൽ മീറ്റിംഗിന്റെ ഇടയിലോ ഒക്കെ ചാർട്ടിലേക്ക് ഇങ്ങനെ ഇടയ്ക്ക് ഒളിഞ്ഞു നോക്കി ചെറിയ ലാഭത്തിന് ഓരോരോ ചെറിയ ചെറിയ ട്രേഡുകൾ എടുക്കുന്ന ഒരാളാണ് എന്റെ ഒരു ഫ്രണ്ട്. പലപ്പോഴും അവന്റെ ഒരുപാട് ട്രേഡുകൾ സക്സസ് ആവാറുണ്ട്. പക്ഷെ ഒരൊറ്റ മോശം ട്രേഡ് ആ ആഴ്ചയിലെയോ അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിലെ കൂടി എല്ലാ പ്രോഫിറ്റും അധ്വാനവും ടൈമും അതുപോലെ അദ്ദേഹത്തിന്റെ എക്സ്ട്രാ ക്യാപിറ്റലും അടക്കം വാഷ് ഔട്ട് ചെയ്തു പോകുന്ന സാഹചര്യമാണ് പലപ്പോഴും. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രധാന പ്രശ്നം റീറ്റെയിൽ ട്രേഡർമാർക്കും ഉള്ള അതേ പ്രശ്നം തന്നെയാണ്. ഡിസിപ്ലിൻ പോകുന്ന നിമിഷം ഇൻട്രാഡേ ട്രേഡിംഗ് ശരിക്കും ഒരു വാതുവയ്പായി മാറുകയാണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഈ ഓവർ ട്രേഡിംഗിൽ നിന്ന് വളരെ പീസ്ഫുൾ ആയിട്ട് വളരെ ശാന്തമായിട്ട് ഹൈ പ്രോബിലിറ്റി ഉള്ള സ്വിംഗ് ട്രേഡിംഗിലേക്ക് അദ്ദേഹത്തെ എത്തിക്കുകയും അതിനുശേഷം റൂൾ ഓഫ് 3 എന്ന രീതി അദ്ദേഹം പിന്തുടർന്ന് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കുകയും ചെയ്ത ആ ഒരു വഴി അവനോട് ഞാൻ ഏതാണ്ട് മണിക്കൂറുകളോളം ഡിസ്കസ് ചെയ്ത് അവന്റെ ആ ട്രേഡിംഗ് ജേർണിയിൽ ഉണ്ടായിട്ടുള്ള എല്ലാ പരാജയങ്ങളും വിജയങ്ങളും ഒക്കെ മനസ്സിലാക്കിയതിനു ശേഷമാണ് ഒരു വീഡിയോയിലേക്ക് കിടക്കുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഒരു അനുഭവം അല്ലെങ്കിൽ ആ ഒരു അറിവ് നിങ്ങൾ വളരെ ബെനിഫിറ്റഡ് ആവും. അതുപോലെ തന്നെ ഈ റൂൾ ഓഫ് 3 എന്ന രീതി നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് ധനം സ്മാർട്ട് സേവിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു ക്ലാസിക് ലൂസിംഗ് ഡേ അല്ലെങ്കിൽ നഷ്ടം വന്ന ആ ദിവസം എങ്ങനെയാണ് തുടങ്ങുന്നത് എന്ന് ഞാൻ പറയാം. ആദ്യം അവനൊരു ട്രേഡിൽ എൻട്രി എടുക്കുന്നു. മിക്കവാറും ആ ദിവസത്തെ ഒരു ബുള്ളിഷ് സ്റ്റോക്കുകൾ തന്നെ അദ്ദേഹം സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് അതിൽ പ്രോമിസിംഗ് ചാൻസ് ഉള്ള ഏതെങ്കിലും ഒരു സ്റ്റോക്കിൽ എൻട്രി എടുക്കുന്നു. പലപ്പോഴും എന്തെങ്കിലും കാരണം കൊണ്ട് ഒരു സ്റ്റോപ്പ് ലോസ് അടിക്കുന്നു. കുഴപ്പമില്ല എന്ന് കരുതി അവൻ അടുത്ത ട്രേഡ് എടുക്കുന്നതിനെ പറ്റി ആലോചിക്കുന്നു. അപ്പൊ ശരിക്കും ആ പ്രോബ്ലം അവിടെ തന്നെ തുടങ്ങുകയാണ്. അടുത്ത ട്രേഡിൽ ഇപ്പോൾ ഉണ്ടായ ഒരു ലോസ് തിരിച്ചു പിടിക്കണം എന്ന ഒരു പ്ലാൻ അദ്ദേഹത്തിന് അവിടെ തന്നെ ഉണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ലക്ഷ്യം ആ ഒരു സ്ട്രാറ്റജി എക്സിക്യൂട്ട് ചെയ്യുക എന്നതിൽ നിന്ന് ആ ഒരു ലോസ് ആയ പൈസ തിരിച്ചു പിടിക്കുക എന്നതിലേക്ക് മാറിക്കഴിഞ്ഞു. റിവെഞ്ച് ട്രേഡിംഗ് എന്നത് ഒരുപക്ഷെ ചില സമയങ്ങളിൽ നമുക്കത് വളരെ ലോജിക്കലായിട്ട് തോന്നും. എന്നാൽ ഇവിടെയും അത് തന്നെയാണ് സംഭവിക്കുന്നത്. പലപ്പോഴും അദ്ദേഹം പറയാറുണ്ട് എന്റെ ടൈമിംഗ് തെറ്റിപ്പോയി, അതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് പ്രോഫിറ്റ് കിട്ടേണ്ട ഒരു സ്റ്റോക്ക് തന്നെയായിരുന്നു. പക്ഷെ ആ ഒരു ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് അടുത്ത ട്രേഡിൽ സ്റ്റോപ്പ് ലോസ് പോലും പ്ലാൻ ചെയ്യാതെ കറക്റ്റ് ആയിട്ട് ഒരു ടാർഗറ്റ് പ്ലാൻ ചെയ്ത് അദ്ദേഹം വെയിറ്റ് ചെയ്യുകയാണ്. എനിക്ക് ഗ്രീൻ ആയിട്ട് ക്ലോസ് ചെയ്തേ പറ്റുള്ളൂ എന്ന ഒറ്റ ചിന്ത മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് ലോസ് വരുമ്പോൾ കൂടുതൽ കൂടുതൽ അക്യുമുലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ കൂടുതൽ ആവറേജ് ചെയ്ത് ആ ലോസിന്റെ വലിപ്പം കൂട്ടി വലിയൊരു ക്യാപിറ്റൽ ലോസ് ഉണ്ടാക്കുന്ന സാഹചര്യത്തിലേക്ക് പലപ്പോഴും എത്താറുണ്ട്. തീർച്ചയായിട്ടും അത് അദ്ദേഹത്തിന്റെ ഒരു ബിഹേവിയറൽ പ്രോബ്ലം ഒന്നുമല്ല, ഒരിക്കലും ഒരു പുതിയ ഇൻഡിക്കേറ്റർ ഒന്നും വെച്ച് ഒരു സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലം അല്ല. അദ്ദേഹത്തിന്റെ ആ ഒരു പ്രോബ്ലം കൃത്യമായിട്ട് മനസ്സിലായി എന്ന് തന്നെ കരുതുന്നു. നമുക്കിനി ആ ഒരു സ്കാൽപ്പിന്റെ റിയാലിറ്റി എന്താണ് എന്ന് കൂടി മനസ്സിലാക്കാം. പലപ്പോഴും എല്ലാവരും ഈ ഒരു സ്കാൽപ്പിംഗ് തുടങ്ങുന്നത് തന്നെ ആ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആ ഒരു ടാഗ് ലൈനിൽ നിന്നാണ്, അല്ലെങ്കിൽ ആ ഒരു ചെറിയ മൂവ്മെന്റിൽ നിന്ന് പെട്ടെന്ന് കയറി പെട്ടെന്ന് ഇറങ്ങുന്നത്. ചിലപ്പോൾ പലരും പറയാറുണ്ട് ഒരു 30 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 50 സെക്കൻഡ് കൊണ്ട് തന്നെ ഞാൻ എൻട്രി എടുത്ത് എക്സിറ്റ് ചെയ്ത് എന്റെ പ്രോഫിറ്റും ബുക്ക് ചെയ്ത് വരാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് തോന്നും ഇത്രയും ഈസി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും അതൊരു വളരെ നല്ല ട്രേഡിംഗ് മെക്കാനിസം അല്ലേ, അല്ലെങ്കിൽ ഒരു നല്ല ട്രേഡിംഗ് രീതിയല്ലേ, ഇതെന്തുകൊണ്ട് എനിക്ക് ചെയ്തുകൂടാ? അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രോബ്ലം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അത് തീർച്ചയായിട്ടും ഓവർ ട്രേഡിംഗ് ആണ്. അതിന്റെ കാരണം വളരെ ലളിതമാണ്. പ്രൊഫഷണൽ സ്കാൽപ്പേഴ്സിന് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യം ഡിസിപ്ലിൻ ആണ്. ഫോമോ ഇല്ലാതെ, ദേഷ്യമില്ലാതെ, റിവെഞ്ച് ട്രേഡിംഗ് ഇല്ലാതെ, ഇത് എക്സ്പീരിയൻസ് പ്രൊഫഷണലുകൾക്ക് പോലും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കൂടുതൽ ട്രേഡുകൾ എന്നാൽ ഇമോഷണലി നമ്മൾ തെറ്റുകൾ വരുത്താനുള്ള വലിയ സാധ്യതകൾ വർദ്ധിക്കുകയാണ്. ഒരു ബിഗിനർ മാർക്കറ്റ് നോയ്സിൽ 100 അവസരങ്ങൾ കാണുമ്പോൾ ഒരു എക്സ്പീരിയൻസ്ഡ് ട്രേഡർ അതേ നോയ്സ് കണ്ടിട്ട് പറയും വേണ്ട, ഞാൻ വെയിറ്റ് ചെയ്യാം. നമ്മളിങ്ങനെ സ്ക്രീനിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്ന ഓരോ മൂവും ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആക്സിഡന്റ് ആവുകയാണ്. നമ്മുടെ ലക്ഷ്യം ഒരു സ്ട്രാറ്റജിക് ആവുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നല്ല ട്രേഡുകൾ മാത്രം കണ്ടുപിടിച്ച് അനാവശ്യമായിട്ടുള്ള ട്രേഡുകൾ ഒഴിവാക്കി മിനിമം നമ്പർ ഓഫ് ട്രേഡുകൾ മാത്രം എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ ആയിട്ട് മാറാൻ എന്തൊക്കെ വേണം? അപ്പൊ നമ്മുടെ ആ ഒരു ടേണിംഗ് പോയിന്റിലേക്ക് കിടക്കാം. വർഷങ്ങളോളം അദ്ദേഹത്തിന്റെ ആ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് ചെറിയ വിജയങ്ങളുടെയും അല്ലെങ്കിൽ വലിയ നഷ്ടങ്ങളുടെയും ഒക്കെ ഒരു റോളർ കോസ്റ്റർ തന്നെയായിരുന്നു. പക്ഷെ ഒരു പ്രത്യേക മൊമെന്റിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തെറ്റായ ഗെയിമാണ് എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. ആ ഒരു തിരിച്ചറിവ് വളരെ വലിയ ഒരു ഇവന്റ് ആയിരുന്നു. എല്ലാം മാറ്റിമറിച്ച ആ ഒരു പോയിന്റ് എന്താണ് എന്ന് അദ്ദേഹം വെളിവാക്കിയാണ്. അദ്ദേഹം പറഞ്ഞത് 5 മിനിറ്റ് നോയ്സിൽ നിന്ന് ഞാൻ 1 മണിക്കൂർ അല്ലെങ്കിൽ ഡെയിലി ചാർട്ടുകളിലേക്ക് മാറി എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരൊറ്റ മാറ്റം നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങളെ മൊത്തം മാറ്റും. അടുത്ത 30 സെക്കൻഡിൽ എന്ത് നടക്കും എന്ന് നമുക്ക് ഊഹിക്കുന്നതിന് പകരം നിങ്ങൾ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങും. ഡെയിലി ചാർട്ടിലെ മെയിൻ ട്രെൻഡ് എന്താണ്, അല്ലെങ്കിൽ ഈ സെറ്റപ്പ് കുറച്ച് മണിക്കൂറുകളോ അല്ലെങ്കിൽ ദിവസങ്ങളോ ഹോൾഡ് ചെയ്യാൻ തക്കവണ്ണം ക്ലിയർ ആയിട്ടുള്ള ഒരു സെറ്റപ്പ് ആണോ, അല്ലെങ്കിൽ നിങ്ങൾ നോയ്സിൽ ഗാമ്പിൾ ചെയ്യുന്നത് നിർത്തി
സ്ട്രക്ചറിനെ ബേസ് ചെയ്ത് ട്രേഡ് ചെയ്യാൻ നിങ്ങൾക്ക് ഇതുവഴി സാധിക്കുന്നുണ്ടോ? അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യനുകളൊക്കെ നമ്മൾ ഒരു പ്രൊഫഷണൽ ചോദിക്കുന്ന രീതിയിൽ ഓരോ ട്രേഡിനോടും ചോദിച്ച് അതിൽ നിന്ന് യെസ് എന്ന ആൻസർ കിട്ടുമ്പോൾ മാത്രം ട്രേഡ് ചെയ്യുന്ന വളരെ കൃത്യമായിട്ടുള്ള ഒരു ട്രേഡിംഗ് രീതിയിലേക്ക് അദ്ദേഹം പതുക്കെ എത്തുകയായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് റൂൾ ഓഫ് 3 അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തത്? അപ്പോൾ ഈ ഒരു റൂള് നിങ്ങളുടെ ട്രേഡിങ്ങിനെ എന്നതേക്കുമായി മാറ്റിമറിക്കാൻ പവറുള്ള ഒരു റൂളാണ്. അദ്ദേഹത്തിന്റെ പ്ലാൻ പ്രകാരം ആഴ്ചയിൽ 3 ട്രേഡ് മാത്രം. അത്ര മാത്രമേ അദ്ദേഹം ഒരാഴ്ചയെ ചെയ്യാറുള്ളൂ. അദ്ദേഹത്തിന്റെ ഈ റൂളിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമന്റുകളായിട്ട് അറിയിക്കുക. തീർച്ചയായിട്ടും ഒരാഴ്ചത്തേക്ക് 3 അവസരങ്ങൾ മാത്രം നമ്മൾ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ക്വാണ്ടിറ്റിയേക്കാൾ കൂടുതൽ റെസ്പെക്ട് ചെയ്യാൻ തുടങ്ങും. A+ സെറ്റപ്പുകൾക്ക് വേണ്ടി മാത്രം നമ്മൾ അങ്ങനെ വെയിറ്റ് ചെയ്യും. സ്ട്രഗിൾ ചെയ്യുന്ന മിക്ക ട്രേഡർമാർക്കും വേണ്ടത് കൂടുതൽ ഓപ്പർച്യൂണിറ്റികളല്ല, മികച്ച ഓപ്പർച്യൂണിറ്റികളാണ് എന്ന് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. റൂൾ ഓഫ് 3 ഒരു സൈക്കോളജിക്കൽ ഫ്രെയിംവർക്ക് ആണ്. നിങ്ങളുടെ ജോലി ട്രേഡ് ചെയ്യുക എന്നതല്ല, തീർച്ചയായിട്ടും പണം സമ്പാദിക്കുക എന്നുള്ളതാണ്. അപ്പോ ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോൾ തന്നെ ഒരു വലിയ മാറ്റം നമ്മളിലുണ്ടാവും. അപ്പോ നമുക്കിനി അടുത്ത സെക്ഷനിലേക്ക് കടക്കാം. എങ്ങനെയാണ് റൂൾ ബേസ്ഡ് സ്വിംഗ് സ്ട്രാറ്റജി നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കാം, നമുക്ക് അത് എങ്ങനെ ചെയ്യാം എന്ന് മനസ്സിലാക്കാം. വീക്ക്ലി പിവറ്റ് പോയിന്റ്സ് ഉപയോഗിച്ച് ഒരു സ്വിംഗ് ട്രേഡിംഗ് പ്ലാൻ ഉണ്ടാക്കാൻ പോകുന്നു. ഒന്നാമത്തെ റൂള് ടൈം ഫ്രെയിമും ട്രെൻഡും നമ്മൾ ഐഡന്റിഫൈ ചെയ്യാണ്. ഡെയിലി ചാർട്ടും 50 EMA നോക്കി മെയിൻ ട്രെൻഡ് കണ്ടുപിടിക്കുന്നു. പ്രൈസ് 50 EMA മുകളിലാണെങ്കിൽ ബൈ മാത്രം ചെയ്യുകയാണ്, അല്ലെങ്കിൽ അതല്ല താഴെയാണെങ്കിൽ സെൽ മാത്രം ചെയ്യുന്നു. ട്രെൻഡ് ഇല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും നമ്മൾ ട്രേഡ് ചെയ്യുന്നില്ല. ഇനി രണ്ടാമത്തെ റൂള് പിവറ്റ് സെറ്റപ്പ് ആണ്. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ 1 മണിക്കൂർ ചാർട്ടിലേക്കാണ് മാറിയത്. ട്രെൻഡിന് എതിരെ ഒരു പുൾ ബാക്ക് അല്ലെങ്കിൽ ഒരു പ്രധാന വീക്ക്ലി പിവറ്റ് ലെവലുകൾ, അതായത് S1 S2 അല്ലെങ്കിൽ R1 R2 ഇവയിലൊക്കെ എത്തുന്നത് വരെ നമ്മൾ അങ്ങനെ വെയിറ്റ് ചെയ്യും. ഈ ഒരു പിവറ്റ് ലെവൽ വേറൊരു ടെക്നിക്കൽ ഫാക്ടറുമായിട്ട് ഒരുമിച്ച് വരുമ്പോൾ നമുക്കൊരു A+ സെറ്റപ്പ് ലഭിച്ചു എന്ന് തന്നെ കരുതാം. തീർച്ചയായിട്ടും ആ ഒരു പെർഫെക്റ്റ് എൻട്രി പോയിന്റ് കണ്ടെത്തുന്നത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ റൂളിലേക്ക് നോക്കാം. എൻട്രി ട്രിഗർ. പ്രൈസ് ലെവലിൽ ടച്ച് ചെയ്തു എന്ന് വെച്ച് നമ്മൾ അങ്ങനെ ബ്ലൈൻഡ് ആയിട്ട് എൻട്രി ചെയ്യാൻ നിൽക്കരുത്. 1 മണിക്കൂർ ചാർട്ടിൽ ഒരു ക്ലിയർ റിവേഴ്സൽ കാൻഡിൽ പാറ്റേൺ, അല്ലെങ്കിൽ ഉദാഹരണത്തിന് ബുള്ളിഷ് എൻഗൾഫിങ്ങോ അല്ലെങ്കിൽ ഹാമറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്നത് വരെ നമ്മൾ അങ്ങനെ വെയിറ്റ് ചെയ്യണം. തീർച്ചയായിട്ടും നല്ലൊരു എൻട്രി എന്നത് ആ ഒരു ട്രേഡ് പകുതി വിജയിച്ചതിന് തുല്യമാണ്. നാലാമത്തെ റൂള് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്ട്രിക്റ്റ് ആയിട്ടുള്ള റിസ്കും എക്സിറ്റ് പ്ലാനും നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. സ്റ്റോപ്പ് ലോസ് കൺഫർമേഷൻ കാൻഡിലിന്റെ ലോയ്ക്കോ അല്ലെങ്കിൽ ഹൈക്കോ അപ്പുറം വെക്കുക. നിങ്ങളുടെ പ്രോഫിറ്റ് ടാർഗറ്റ് അടുത്ത കീ പിവറ്റ് ലെവൽ ആയിരിക്കണം. അതുപോലെ തന്നെ നമുക്കൊരു നല്ല റിസ്ക് റിവാർഡ് റേഷ്യോ ലഭിക്കാനും സാധ്യതയുണ്ട്. ഇനിയാണ് നമ്മൾ നമ്മുടെ ആ ഒരു റൂൾ ഓഫ് 3 അപ്ലൈ ചെയ്യുന്നത്. ഈ ക്രൈറ്റീരിയകളൊക്കെ പാലിക്കുന്ന മാക്സിമം 3 ട്രേഡുകൾ മാത്രം ഒരാഴ്ച എടുക്കുക എന്ന ആ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൂൾ ഓഫ് 3 നമ്മൾ ഫോളോ ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ ഒരു ട്രേഡും എടുത്തില്ലെങ്കിൽ പോലും പ്ലാൻ ഫോളോ ചെയ്തത് കൊണ്ട് സക്സസ്ഫുൾ ആഴ്ചയായിട്ട് നമുക്ക് അതിനെ കണക്കാക്കാം. ഒരു വിന്നിംഗ് ട്രേഡ് നമുക്കിവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് നോക്കാം. ഡെയിലി ചാർട്ടിൽ നമ്മളിവിടെ ഒരു അപ് ട്രെൻഡ് കാണുകയാണ്. അതുപോലെ തന്നെ 1 മണിക്കൂർ ചാർട്ടിൽ പ്രൈസ് S1 സപ്പോർട്ടിലേക്ക് പുൾ ബാക്ക് ചെയ്ത് വരുന്നുണ്ട്. അവിടെ 50 EMA ഉണ്ട്. അപ്പോൾ ഒരു സ്ട്രോങ് കോൺഫ്ലുവൻസ് ആണ്. ശരിക്കും നമുക്കൊരു ഡബിൾ കൺഫോമൻസ് അല്ലെങ്കിൽ ട്രിപ്പിൾ കൺഫോമൻസ് എന്ന് പറയാവുന്ന ഒരു ഏരിയ ആണ്. ഒരു ബുള്ളിഷ് എൻകുൾഫിംഗ് കാൻഡിൽ വരുന്നതിന് ശേഷം നമ്മൾ എൻ്റർ ചെയ്യുന്നു. സ്റ്റോപ്പ് ലോസ് കാൻഡിലിന് താഴെയും ടാർഗറ്റ് അടുത്ത പിവറ്റിലുമായിട്ട് നമ്മൾ ഇങ്ങനെ ഫിക്സ് ചെയ്യുകയാണ്. വളരെ കൂളായിട്ട് നമ്മുടെ ടാർഗറ്റിൽ എത്തുകയാണ്. ഇനി നമുക്ക് അടുത്ത എക്സാമ്പിളിലേക്ക് പോകാം. ഒരു കൺട്രോൾഡ് ലൂസിംഗ് ആയിട്ടുള്ള ഒരു ട്രേഡിലേക്ക് നമുക്ക് പോകാം. ഒരു ടെക്സ്റ്റ് ബുക്ക് സെറ്റപ്പ് ഇവിടെ നമുക്ക് കിട്ടുകയാണ്. നിങ്ങളുടെ എല്ലാ റൂളുകളും ഫോളോ ചെയ്ത് ഒരു എൻട്രി നമ്മളിവിടെ എടുക്കുകയാണ്. എന്നാൽ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ന്യൂസ് കാരണം മാർക്കറ്റ് തിരിഞ്ഞ് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുകയാണ്. തീർച്ചയായിട്ടും ഇതൊരു മോശം ട്രേഡ് ആയിരുന്നില്ല. അത് ഡിഫൈൻഡ് റിസ്ക് ഉള്ള ഒരു നല്ല ട്രേഡ് തന്നെയായിരുന്നു. പക്ഷേ അത് ലോസ് ആയി എന്ന് കരുതി നമ്മൾ പ്രത്യേകിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല. നമ്മുടെ പ്ലാൻ അനുസരിച്ച് തന്നെയാണ് ഇവിടെ ട്രേഡിംഗ് നടന്നിട്ടുള്ളത്. അപ്പൊ ഈ ഒരു 2 ട്രേഡിന്റെ കൂടെ ഒരു മൂന്നാമതൊരു എക്സാമ്പിൾ കൂടി നമ്മൾ എടുക്കണം. നിങ്ങൾ എടുക്കാത്തൊരു ട്രേഡ്, ഡെയിലി ചാർട്ട് സൈഡ് വേസ് ആണ്, ക്ലിയർ ആയിട്ടുള്ള ഒരു ട്രെൻഡ് ഇല്ല. അപ്പൊ നമ്മളൊന്നും ചെയ്യുന്നില്ല. ഇവിടെ ഒരു എഡ്ജ് ഇല്ല. പല ബിഗിനർമാരും ഈ ഒരു റേഞ്ചിൽ ട്രേഡ് ചെയ്ത് പണം കളയാറുണ്ട്. തീർച്ചയായിട്ടും പ്രൊഫഷണൽ ട്രേഡർമാർ അവരുടെ ക്യാപിറ്റൽ സംരക്ഷിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള ചോപ്പി മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കാറാണ് പതിവ്. അപ്പോൾ ഈ ഒരു റൂളിന്റെ ഏറ്റവും വലിയ പവർ എന്ന് പറയുന്നത് അനാവശ്യമായിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരു ട്രേഡും നമ്മൾ അറ്റംപ്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ പേഷ്യൻസിന്റെ സൈക്കോളജി എന്താണ് എന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാം. ഈ സ്ട്രാറ്റജി സിമ്പിൾ ആണ്, പക്ഷേ ഈസി അല്ല. ദിവസം 15 തവണ ട്രേഡ് ചെയ്യുന്നതിൽ നിന്ന് ആഴ്ചയിൽ 3 തവണ ട്രേഡ് ചെയ്യുന്ന ആ ഒരു രീതിയിലേക്ക് മാറുമ്പോൾ നിങ്ങൾക്ക് ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് അല്ലെങ്കിൽ ഫോമോ അനുഭവപ്പെടും. നിങ്ങളുടെ ഐഡന്റിറ്റി മാറ്റണം. നിങ്ങളൊരു മെഷീൻ ഗണ്ണർ അല്ല, നിങ്ങളൊരു സ്നൈപ്പറെ പോലെ വെയിറ്റ് ചെയ്ത് ഹിറ്റ് ചെയ്യുന്ന ഒരു ട്രേഡർ ആയിട്ട് മാറണം. തീർച്ചയായിട്ടും അങ്ങനെ ബോറടിച്ച് മാർക്കറ്റിൽ നിൽക്കാൻ നിങ്ങൾ തയ്യാറാണ്
തയ്യാറാവുകയും വേണം. ഒരു പ്രൊഫഷണൽ ട്രേഡിംഗ് പലപ്പോഴും ബോറടിപ്പിക്കുന്നതാണ്. തീർച്ചയായിട്ടും നല്ല ഒരു പീസ്ഫുൾ ആയിട്ടുള്ള മനസ്സും അനലിറ്റിക്കൽ മൈൻഡും കുറച്ച് ബോറടിയും ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ട്രേഡ് ചെയ്യുന്നു എന്നുള്ളതിന്റെ ഒരു ലക്ഷണമായിട്ട് കൂടി നമുക്ക് ഇതിനെ കണക്കാക്കാൻ കഴിയും. പലപ്പോഴും ഒരു ട്രേഡ് ചെയ്യാതിരിക്കുന്നത് എന്നുള്ളത് ഒരു പ്രോഫിറ്റബിൾ ട്രേഡിങ്ങിന് തുല്യമാണ്. നമ്മളുടെ ക്യാപിറ്റൽ കളയുന്ന ഒരു ട്രേഡ് എടുക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ആ ഒരു ട്രേഡ് എടുക്കാതിരിക്കുന്നത് എന്നുകൂടി നമ്മൾ ഇവിടെ നിന്ന് മനസ്സിലാക്കുകയാണ്. അപ്പോ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൂൾ ഓഫ് 3 എന്ന ആ ഒരു ട്രേഡിംഗ് മെക്കാനിസം അല്ലെങ്കിൽ ഒരു ട്രേഡിംഗ് സെറ്റപ്പ് ഇവിടെ നിന്ന് പഠിച്ചു. ഈ ഒരു സെറ്റപ്പ് നിങ്ങൾ കുറച്ച് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ പേപ്പർ ട്രേഡ് ചെയ്ത് നോക്കുക. ലൈവായിട്ട് മാർക്കറ്റിൽ നിങ്ങളുടെ പണം ഇറക്കുന്നതിന് മുമ്പ് തന്നെ പേപ്പർ ട്രേഡ് ചെയ്ത് ഈ ഒരു സെറ്റപ്പ് നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അല്ലെങ്കിൽ ചെറിയ ചെറിയ ആൾട്രേഷൻ നിങ്ങൾക്ക് സെറ്റപ്പിൽ വരുത്താവുന്നതാണ്. അപ്പോൾ ഇത് നമുക്കൊരു കൺക്ലൂഷനിലേക്ക് കിടക്കാം. നമ്മൾ ഈ ഒരു ട്രേഡിംഗ് മെക്കാനിസം റൂൾ ഓഫ് 3 പഠിക്കുന്നതിലൂടെ ഒരു ഹീറോ ആവുക എന്നുള്ള ഒരു ലക്ഷ്യത്തിൽ നിന്ന് മാറി കൺസിസ്റ്റന്റ് ആവുക എന്ന ഒരു രീതിയിലേക്ക് പതുക്കെ എത്തുകയാണ്. മാർക്കറ്റ് എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടാവും. നിങ്ങളുടെ ക്യാപിറ്റൽ സംരക്ഷിക്കുകയും ക്ലിയർ ആയിട്ടുള്ള ട്രേഡുകൾക്കായിട്ട് പേഷ്യൻസോടെ കാത്തിരിക്കുകയും ചെയ്താൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു നല്ല ട്രേഡർ ആകാൻ നിങ്ങൾക്ക് ഒരു നല്ല ചാൻസ് കിട്ടും. നല്ല സക്സസ്ഫുൾ ട്രേഡർ ആയിട്ട് നിങ്ങൾ മാറുകയും ചെയ്യും. സക്സസ് കൂടുതൽ ട്രേഡ് ചെയ്യുന്നതിലല്ല, ശരിയായ ട്രേഡുകൾ കൂടുതൽ ചെയ്യുന്നതിലാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അപ്പോ നിങ്ങളുടെ ട്രേഡിംഗിൽ ഏറ്റവും കൂടുതൽ പണം നഷ്ടപ്പെടുത്തിയ ആ ഒരു മിസ്റ്റേക്ക് എന്താണ് എന്ന് കമന്റുകളായിട്ട് അറിയിക്കുക. മറ്റു ട്രേഡർമാരും ഇതേ മിസ്റ്റേക്കുകൾ ഒരുപാട് വട്ടം ചെയ്തിട്ടുണ്ടാവും, ഞാനും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള മിസ്റ്റേക്കുകളിൽ നിന്നാണ് നമ്മളുടെ റിയൽ ട്രേഡിംഗ് ജേണി ആരംഭിക്കുന്നത്. നല്ല ചവിട്ടുപടികൾ, നല്ല തിരിച്ചറിവുകൾ നമ്മളെ നല്ല ട്രേഡറാക്കി മാറ്റും. അപ്പോ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ വീഡിയോക്ക് ഒരു ലൈക്ക് കൂടെ കൊടുക്കുക. അപ്പോൾ ഇത്രയുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ വീഡിയോയുമായിട്ട് ഇനിയും വരാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.